വീട്ടിൽ തിന്നാനും കുടിക്കാനും ഉള്ളതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് എന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ ശങ്കരാടി മനസ്സിലോർത്തത് ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകളിലേക്ക് നോക്കാൻ തുടങ്ങിയത് മുതലാണ് താൻ കമ്മ്യൂണിസ്റ്റ് ആയത് എന്നാണ്. വിദ്യാർത്ഥിയായിരിക്കെ രാഷ്ട്രീയ പ്രവർത്തനവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി. നല്ല നിലയിൽ പാസ്സായി. എഞ്ചിനീയറാക്കണം എന്ന ആഗ്രഹത്താൽ അമ്മാവനാണ് ശങ്കരാടിയെ ബറോഡയിലേക്ക് കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥികൾ ഏറ്റവും സക്രിയമായി ഇടപെടുന്ന ക്യാമ്പസ്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണ്. ശങ്കരാടി ക്യാമ്പസിലെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലുള്ള വിദ്യാർത്ഥി നേതാവായി. അക്കാലത്ത് ബറോഡയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ശങ്കരാടി പ്രതിയായി. ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1 വർഷം ജയിൽവാസം. കോളേജ് പഠനം അതോടുകൂടി അവസാനിച്ചു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ബറോഡയിൽ നിന്നില്ല, ബോംബെയിലേക്ക് വണ്ടി കയറി. ദി ലിറ്റററി റിവ്യൂ എന്ന പത്രത്തിൽ പത്രാധിപരായി കുറേ കാലം കഴിച്ചുകൂട്ടി. TJS ജോർജ്, കാർട്ടൂണിസ്റ്റും പിന്നീട് രാഷ്ട്രീയ നേതാവുമായ ബാൽ താക്കറെ എന്നിവരുൾപ്പെടുന്ന വമ്പൻ പത്രക്കാരുടെ സൗഹൃദമായിരുന്നു ശങ്കരാടിയുടെ അന്നത്തെ നീക്കിയിരിപ്പ്. പത്രം പൂട്ടേണ്ടി വന്നപ്പോൾ ഒറ്റാന്തടിയായ ശങ്കരാടി എറണാകുളത്തേക്ക് വന്നു. രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പാർട്ടിയുടെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മേൽനോട്ടക്കാരനായി പ്രവർത്തിച്ചു. PJ ആൻ്റണിയുടെ പ്രതിഭ തിയേറ്റേഴ്സ് അക്കാലത്ത് നാടകങ്ങളുമായി സജീവമായിരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ നാടകാഭിനയത്തിലേക്ക് ശങ്കരാടി തിരിഞ്ഞു.